ഹലോ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 6-ലെ ഇൻഡക്ഷൻ ജനറേറ്റർ എന്നുള്ള ടോപ്പിക്കാണ്. ഇൻഡക്ഷൻ ജനറേറ്റർ നമ്മൾ പലകുറി പഠിച്ചിട്ടുള്ളതാണ് ഇൻഡക്ഷൻ മോട്ടർ. സോ ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. We can run the same machine as induction motor and induction generator. That is the speciality of this phenomena. അതായത് ഒരു മെഷീനെ തന്നെ we can run as a synchronous motor and we can run the same machine as induction motor and induction generator. We have studied about induction motor. Now we are going to concentrate on induction generator. If a machine എന്ന് പറഞ്ഞാൽ മോട്ടർ ആകാം, ജനറേറ്റർ ആകാം. If a machine runs at synchronous speed, അപ്പോൾ നമ്മൾ പറയും synchronous motor. If a machine runs at a speed which is less than synchronous speed, it will be induction motor. If a machine runs at a speed greater than synchronous speed, it will be induction generator. Okay, അപ്പോൾ സിങ്കർണസ് സ്പീഡിൽ റൺ ചെയ്യുന്ന മെഷീൻ സിങ്കർണസ് മോട്ടർ, സിങ്കർണസ് സ്പീഡിനേക്കാൾ കുറവാണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ, സിങ്കർണസ് സ്പീഡിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻഡക്ഷൻ ജനറേറ്റർ. ഇഫ് എ മെഷീൻ റൺസ് അറ്റ് സിങ്കർണസ് സ്പീഡ്, ഇറ്റ് വിൽ ബി സിങ്കർണസ് മോട്ടർ. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ സിങ്കർണസ് സ്പീഡ്, ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ഇഫ് ഇറ്റ് റൺസ് അറ്റ് സബ് സിങ്കർണസ് സ്പീഡ്, ഇഫ് ഇറ്റ് റൺസ് അറ്റ് സബ് സിങ്കർണസ് സ്പീഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ഇൻഡക്ഷൻ മോട്ടോർ. If it runs at a speed greater than synchronous speed or super synchronous speed, it will be induction generator. അപ്പോൾ synchronous speed റൺ ചെയ്യുന്ന മോട്ടർ, if a machine runs at a synchronous speed, it will be synchronous motor. If a machine runs at a sub synchronous speed, means less than synchronous speed. Sub synchronous speed എന്ന് പറഞ്ഞാൽ less than synchronous speed ആണെങ്കിൽ it will be an induction motor. If a machine runs at a speed greater than synchronous speed or super synchronous speed, it will be an induction generator. അപ്പോൾ induction motor, induction generator, synchronous motor. Okay, if a machine runs at synchronous speed, synchronous motor. Less than synchronous speed or sub synchronous speed, induction motor. Greater than synchronous speed or super synchronous speed, it will be induction generator. അപ്പോൾ അതാണ് ആദ്യം ഇൻട്രഡക്ഷനായിട്ട് പറയുന്നത്. ഒരു മെഷീൻ്റെ സ്പീഡ് സിങ്കർണസ് സ്പീഡിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് സൂപ്പർ സിങ്കർണസ് സ്പീഡ് ആണെങ്കിൽ, സിങ്കർണസ് സ്പീഡിനേക്കാൾ കൂടുതൽ മീൻസ് സൂപ്പർ സിങ്കർണസ് സ്പീഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഡക്ഷൻ ജനറേറ്റർ. സിങ്കർണസ് സ്പീഡിനേക്കാൾ കുറവാണെങ്കിൽ, അതായത് സബ് സിങ്കർണസ് സ്പീഡ് ആണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോർ. ക്ലിയർ? ഇനി സിങ്കർണസ് സ്പീഡിലാണെങ്കിലോ, അപ്പോൾ സിങ്കർണസ് മോട്ടോർ. അപ്പോൾ അത് നമ്മൾ സിങ്കർണസ് സ്പീഡിനേക്കാൾ കൂടുതലുള്ള മോട്ടോറിൻ്റെ, അതായത് സിങ്കർണസ് സ്പീഡിനേക്കാൾ കൂടുതലുള്ള മെഷീൻ്റെ, അതായത് ഇൻഡക്ഷൻ ജനറേറ്ററിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സോ ഇൻഡക്ഷൻ ജനറേറ്റർ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇറ്റ് ഹാസ് എ നെഗറ്റീവ് സ്ലിപ്പ്. എന്താ നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ? ബിക്കോസ് ഇറ്റ് റൺസ് അറ്റ് സൂപ്പർ സിങ്കർണസ് സ്പീഡ്, ഇറ്റ്സ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ സിങ്കർണസ് സ്പീഡ്. സ്ലിപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? NS - N/NS. ഹിയർ N ഈസ് ഗ്രേറ്റർ ദാൻ NS. അപ്പോൾ NS - N/NS എന്നുള്ള ആ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഫോർ സ്ലിപ്പിൽ, if the value of N is greater than NS, definitely slip will be negative. In the case of induction motor, slip will be positive. In the case of induction generator, slip will be negative. അതാണ് ഒന്നാമത്തെ പോയിന്റ്, നെഗറ്റീവ് സ്ലിപ്പ്. നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞു വെച്ചാൽ മനസ്സിലാക്കി വെക്കണം. NS - N/NS, N is greater than NS, ഡെഫിനറ്റ്ലി ചെറുതിന്ന് വലുത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വരും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ട്, ഇറ്റ് റൺസ് അറ്റ് സൂപ്പർ സിങ്കർണസ് സ്പീഡ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് റൺസ് അറ്റ് സൂപ്പർ സിങ്കർണസ് സ്പീഡ്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ സിങ്കർണസ് സ്പീഡിൽ റൺ ചെയ്യുന്നതുകൊണ്ടാണ് നെഗറ്റീവായത് സ്ലിപ്പ്. അടുത്ത പോയിന്റ്, ഇറ്റ് സപ്ലൈസ് ആക്റ്റീവ് പവർ ടു ഗ്രിഡിലേക്ക് പവർ കൊടുക്കുകയാണ് ചെയ്യണത്. മെഷീനാണെങ്കിൽ, മോട്ടറാണെങ്കിൽ പവർ ഇലക്ട്രിസിറ്റി മേടിക്കുക ചെയ്യണം, ഇലക്ട്രിസിറ്റി ഡ്രോ ചെയ്തിട്ട് റൺ ചെയ്യണം. ഇവിടെയാണെങ്കിൽ ഇറ്റ് സപ്ലൈസ് ആക്റ്റീവ് പവർ ടു ഗ്രിഡ്. അടുത്തത്, ഇറ്റ് റിസീവ്സ് എ ലാഗിങ് റിയാക്റ്റീവ് പവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Q എന്നും ആക്റ്റീവ് പവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് P എന്നാണ്. അപ്പോൾ ഇറ്റ് സപ്ലൈസ് ആക്റ്റീവ് പവർ P ടു ഗ്രിഡ്. ഇറ്റ് റിസീവ്സ് ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡ്, ഓർ ഇൻ അതർ വേർഡ്സ്, ഇത് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡിൽ നിന്ന് റിയാക്റ്റീവ് പവർ വാങ്ങിക്കുന്നു. ഇറ്റ് ഡ്രോസ് ഓർ ഇറ്റ് റിസീവ്സ് ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡ് മീൻസ് ഇറ്റ് ഗീവ്സ് ലീഡിങ് റിയാക്റ്റീവ് പവർ ടു ഗ്രിഡ്. ബോത്ത് ആർ സെയിം, സംശയിക്കരുത്. ഇറ്റ് സപ്ലൈസ് ആക്റ്റീവ് പവർ ടു ഗ്രിഡ്. ഒരു പോയിന്റ്, ഇറ്റ് റിസീവ്സ് സ്വീകരിക്കുന്നു. ഇറ്റ് റിസീവ്സ് ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡ്, ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ഇറ്റ് ഗീവ്സ് ലീഡിങ് റിയാക്റ്റീവ് പവർ ടു ഗ്രിഡ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, എഫിഷ്യൻസി ഈസ് കമ്പാരറ്റീവ്ലി പുവർ.
its efficiency is comparatively poor. These are the 5 important characteristics of an induction generator. ഒന്നുകൂടി ഞാൻ പറയാം, എന്താണ് ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന്, അതിന് നെഗറ്റീവ് സ്ലിപ്പാണ്. It has negative slip. What is the reason? Because ns minus n by ns is the fundamental equation for slip. N is greater than ns. Definitely slip will be negative. രണ്ട്, it runs at a super synchronous speed. Super synchronous speed means speed is greater than ns. മൂന്ന്, it supplies active power to grid. It supplies active power to grid. ഗ്രിഡിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആക്റ്റീവ് പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് റിസീവ്സ് ഓർ ഇറ്റ് ഡ്രോസ് ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡ്. ഓർ വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ഇറ്റ് ഗീവ്സ് ലീഡിങ് റിയാക്റ്റീവ് പവർ ടു ഗ്രിഡ്. ഗ്രിഡിൽ നിന്ന് ലാഗിങ് റിയാക്റ്റീവ് പവർ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വലൻ ടു ഇറ്റ് ഗീവ്സ് ലീഡിങ് റിയാക്റ്റീവ് പവർ ടു ഗ്രിഡ്. ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് കമ്പാരിറ്റീവ്ലി പുവർ. These are the 5 important points. First one, it has negative slip. Second one, it runs at super synchronous speed. Third one, it supplies active power to grid. Fourth one, it draws or it receives lagging reactive power from grid, or it gives leading reactive power to grid. Lagging reactive power from grid. Grid in the വാങ്ങാണെന്ന് പറഞ്ഞാൽ leading reactive power ഗ്രിഡിലേക്ക് കൊടുക്കുകയാണെന്ന് മീനിങ്. Efficiency is comparatively poor. There are 2 types of induction generators. അപ്പോൾ ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇൻഡക്ഷൻ ജനറേറ്റർ എന്താണെന്ന് മനസ്സിലായി. ഒരു മെഷീൻ്റെ സ്പീഡ്, ഒരു ഇൻഡക്ഷൻ മെഷീൻ്റെ സ്പീഡ് സിങ്കർണസിനേക്കാൾ കൂടുതൽ സ്പീഡിൽ റൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻഡക്ഷൻ ജനറേറ്റർ. സ്പീഡിൽ കൂടുതൽ എന്നുള്ളതിനെ പറയുന്ന വാക്കാണ് സൂപ്പർ സിങ്കർണസ് സ്പീഡ്. 2 types of induction generators are there: separately excited induction generator and self-excited induction generator. First of all, we are going to discuss about separately excited induction generator. Separately excited induction generator ന്റെ ഫിഗർ നോക്കുക. Connections are done as per the figure. Connections are done as per the figure. Okay, all the switches are in open position. Auto transformer is in minimum position. M1, M2, M3 are the switching contacts ആണ്, പ്ലഞ്ചറാണ്. അതായത് നമ്മൾ ഒരുമിച്ച് M1, M2, M3 എന്ന് പറയുന്ന ആ സംവിധാനം ഒരുമിച്ചുള്ള ഒരു സ്വിച്ചിങ് കോൺടാക്ട്സ് ആണ്. സ്റ്റാർട്ടറുകളിലൊക്കെ കാണുന്ന ഒരു സെറ്റപ്പാണ്, ഒരു പ്ലഞ്ചിങ് സിസ്റ്റമാണത്. ഓക്കെ, സോ there is a low volt coil is provided, which is connected across any 2 lines. In this connection diagram, LVC, that means low volt coil, is connected to R and Y. It is connected to R and Y. നേരിട്ടല്ല, അതായത് ത്രൂ which consists of on switch, off switch, etc. അപ്പോൾ ഓൺ സ്വിച്ചിനാണ് സ്റ്റാർട്ട് ബട്ടൺ ഓൺ സ്വിച്ച്. അത് നോർമലി അത് ഓപ്പൺ ആയിരിക്കും. Then stop button, അത് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. NO NC, NO മീൻസ് നോർമലി ഓപ്പൺ, NC മീൻസ് നോർമലി ക്ലോസ്ഡ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ, ഈ സംവിധാനത്തിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ, there is an auto transformer is there, induction machine is there, 3-phase supply is there, plunging system which consists of electrical contacts such as here it is represented as M1, M2, M3, etc. There is an LVC, means low volt coil, is connected across any 2 lines through start button and stop button. Start button means on cheyana switch, stop button means off cheyana switch. Stop button is normally closed, start button is normally open. അതിൻ്റെ കോൺടാക്ട്സ് നോർമലി ഓപ്പൺ. നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആവും. സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നോർമലി അത് ക്ലോസ്ഡ് ആണ്, വെറുതെ ഇരിക്കുമ്പോൾ അത് ക്ലോസ്ഡ് ആണ്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺ സ്വിച്ച് ആൻഡ് ഓഫ് സ്വിച്ച്. നോർമലി ഈ സ്റ്റാർട്ടറുകളിലൊക്കെ കാണാം റെഡ് സ്വിച്ചും ഗ്രീൻ സ്വിച്ചും കാണാം. റെഡ് ബട്ടണും ഗ്രീൻ ബട്ടണും. റെഡ് ബട്ടണാണ് സ്റ്റോപ്പ് ബട്ടൺ, ഗ്രീൻ ബട്ടണാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞ പോലെ തന്നെ കളർ സിസ്റ്റം അങ്ങനെ തന്നെയായിരിക്കും, കളറും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഓൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ, നമ്മൾ കൈകൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ക്ലോസ്ഡ് ആവും. ഓഫ് സ്വിച്ച് അല്ലെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നോർമലി അത് ക്ലോസ്ഡ് ആണ്, നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും. ഹിയർ സ്റ്റാർട്ട് ബട്ടൺ ഈസ് ദെയർ, സ്റ്റോപ്പ് ബട്ടൺ ഈസ് ദെയർ. സ്റ്റാർട്ട് ബട്ടൺ നോർമലി ഗ്രീൻ കളറായിരിക്കും, സ്റ്റോപ്പ് ബട്ടൺ നോർമലി സ്റ്റോപ്പ് ബട്ടൺ നോർമലി റെഡ് കളറായിരിക്കും. സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ആണ്, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും. സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്, നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേ ആ കോൺടാക്ട്സ് ക്ലോസ് ആവുള്ളൂ. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. പിന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് ഇൻ മിനിമം പൊസിഷൻ. കണക്ഷൻസ് ആർ ഡൺ ആസ് പെർ ദ ഫിയർ. ആഫ്റ്റർ ദാറ്റ് ഈ സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ക്ലോസ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഇവിടുന്ന് വൈയിൽ നിന്ന് സ്റ്റോപ്പ് ബട്ടൺ വഴി, സ്റ്റോപ്പ് ബട്ടൺ ക്ലോസ് ആണല്ലോ, സ്റ്റോപ്പ് ബട്ടൺ സ്വിച്ച് ക്ലോസ് ആണ്, അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. LVC വഴി സ്റ്റാർട്ട് ബട്ടൻ്റെ ഒരു ടെർമിനൽ വന്ന് നിൽക്കും, കാരണം സ്റ്റാർട്ട് ബട്ടൺ ഇപ്പോൾ ഓപ്പനാണ്. സ്റ്റാർട്ട് ബട്ടൻ്റെ മറ്റേ കോൺടാക്റ്റിൽ നിന്നാണ് അവിടേക്ക് പോയിരിക്കുന്നത്, ബിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് Y and B. This LVC is connected across Y and B with the help of start button and stop button. Now there is no current flow through the LVC because start button contacts are open, contacts of start button are open. അപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം ചെയ്ത് ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് ഇൻ മിനിമം പൊസിഷൻ ആയതിനു ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ദിസ് സിസ്റ്റം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആ നോർമലി ഓപ്പൺ ആയിരുന്ന കോൺടാക്ട്സ് ക്ലോസ്ഡ് ആവും. ഡെഫിനറ്റ്ലി എ കറണ്ട് വിൽ ഫ്ലോ ത്രൂ LVC. നൗ ദ സർക്യൂട്ട് ഓഫ് LVC
becomes active because it will be a closed one when we press the start button. When we press the start button, the contacts of start button are closed. Now there is a closed circuit for LVC which causes a current flow through LVC from Y to stop button to LVC to start button to B. അപ്പോൾ അത് ക്ലോസ്ഡ് ആയി. എന്താ കാരണം ക്ലോസ്ഡ് ആവാനായിട്ട്? നമ്മൾ കൈ കൊണ്ടൊരു പ്രസ് കൊടുത്തു എവിടെ? സ്റ്റാർട്ട് ബട്ടണിൽ. അതുവരെ അത് ഓപ്പൺ ആയിരുന്നു, അത് ക്ലോസ്ഡ് ആയി. അപ്പോൾ LVC എന്ന് പറഞ്ഞാൽ ലോ വോൾട്ട് കോയിൽ വിച്ച് ഈസ് വൗണ്ട് ഓൺ എ കോർ. അപ്പോൾ ആ കോറ് മാഗ്നറ്റ് ആകുമ്പോൾ ഡ്യൂ ടു ദ മാഗ്നറ്റിക് ആക്ഷൻ ഓർ ഡ്യൂ ടു ദ എനർജൈസേഷൻ ഓഫ് LVC, ഈ LVCയിൽ ബന്ധപ്പെട്ട ഒരു കോറുണ്ട്. ആ കോറാണ് ആ കോറ് മാഗ്നറ്റ് ആകുമ്പോൾ അതിൻ്റെ അട്രാക്ഷൻ മൂലം there will be a plunger is fixed which connects all these three contacts. ഈ LVC എനർജൈസർ ആകുമ്പോൾ ഈ M1 M2 M3 എന്ന് പറയുന്ന ആ സംവിധാനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലിവർ ഉണ്ട്. ആ ലിവർ വിൽ ബി അട്രാക്റ്റഡ് ബൈ ദിസ് LVC കോർ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കൂ, M3 M2 M1 എന്ന് പറയുന്ന സപ്ലൈ M3 M2 M3 എന്ന് പറയുന്ന കോൺടാക്ട്സ് ഓപ്പൺ ആണ്. സോ ദർ ഈസ് നോ കറണ്ട് ഫ്ലോ ത്രൂ ദിസ് മെഷീൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തു, LVC എനർജൈസറായി. LVC കോറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്ലഞ്ചറിനെ അത് അട്രാക്ട് ചെയ്യും ഡ്യൂ ടു ഇറ്റ്സ് മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി ഓഫ് LVC കോർ. ദെൻ M3 M2 M1 വിൽ ബി ക്ലോസ്ഡ്. നൗ സപ്ലൈ ഇസ് പാസിംഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് നമ്മൾ കൈ എടുത്തു. നമ്മൾ കൈ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് പിടിക്കുകയല്ല ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി. അപ്പോൾ അത് കോൺടാക്ട്സ് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി വിൽ ബി RYB M3 M2 M1 വഴി അവിടേക്ക് പോകും, ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് എത്തും. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് സപ്ലൈ എത്തി. ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് ഇൻ മിനിമം പൊസിഷൻ. നമ്മൾ കുറേശ്ശെ ഓൺ ചെയ്തു. ബൈ സ്ലോലി അഡ്ജസ്റ്റിംഗ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ വി ക്യാൻ ഗിവ് എ സ്മോൾ വോൾട്ടേജ് ടു ദിസ് മെഷീൻ. നൗ ദിസ് മെഷീൻ റൺസ് ആസ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ. ഇപ്പോൾ ഇത് ഇൻഡക്ഷൻ മോട്ടറായിട്ടാണ് റൺ ചെയ്യുക. നോർമലി ഒരു ഇൻഡക്ഷൻ മെഷീനിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി സ്വീകരിക്കുമ്പോൾ അത് ജനറേറ്ററായിട്ടല്ല വർക്ക് ചെയ്യുക. G എന്നാണ് എഴുതിയിരിക്കുന്നതിലും ഇപ്പോഴും ഇത് എന്തായിട്ടാണ് വർക്ക് ചെയ്യണേ? ഇൻഡക്ഷൻ മോട്ടറായിട്ട് വർക്ക് ചെയ്യണേ. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് എന്ത് സ്പീഡാണ്? സബ് സിങ്കർണസ് സ്പീഡ്. ഇറ്റ് വിൽ ബി ലെസ് ദാൻ സിങ്കർണസ് സ്പീഡ്. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വോൾട്ടേജ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ നെവർ ബി റൺ അറ്റ് സൂപ്പർ സിങ്കർണസ് സ്പീഡ്. സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ് ആസ് എ ഇൻഡക്ഷൻ മോട്ടോർ. ഒന്നുകൂടി ഞാൻ പറയാം. കണക്ഷൻസ് ഒക്കെ കൊടുത്തു. ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തു. ദർ ഇസ് എ കറണ്ട് ഫ്ലോ ത്രൂ LVC കോർ ബിക്കംസ് മാഗ്നറ്റൈസ്ഡ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ആക്ഷൻ ഓഫ് LVC കോർ വിച്ച് അട്രാക്ട്സ് ദ പ്ലഞ്ചർ വിച്ച് കോസസ് ദ ക്ലോസിംഗ് ഓഫ് കോണ്ടാക്ട്സ് ഓഫ് M1 M2 M3. അതൊന്നും അവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതൊന്നും അവിടെ കാണിച്ചിട്ടില്ല എന്ന് മാത്രം കേട്ടോ. കാരണം അത് അണ്ടർസ്റ്റുഡാണ്. അതായത് LVC എന്ന് പറയുന്നത് ഒരു കോയിലാണ്. ആ കോയിലൊരു കോറുമ്മ ചുറ്റിരിക്കുകയാണ്. LVC കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ആ കോറ് മാഗ്നറ്റ് ആവും. ആ കോറ് മാഗ്നറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 കോൺടാക്റ്റുകളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പ്ലഞ്ചിങ് സിസ്റ്റം ഉണ്ട്. ആ പ്ലഞ്ചിങ് സിസ്റ്റത്തെ അത് പിടിച്ച് വലിക്കും. കാരണം മാഗ്നറ്റിൻ്റെ ആക്ഷൻ കൊണ്ട് അത് പിടിച്ച് അട്രാക്ട് ചെയ്യുമ്പോൾ ഈ 3 കോൺടാക്റ്റും മുകളിൽ കിടക്കുന്നത് താഴ്ത്തിക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ചെറിയ സൗണ്ട് ടക്ക് എന്നുള്ള സൗണ്ടിലൂടെ M3 ആ കോൺടാക്റ്റിൽ വന്ന് മുട്ടും, M2 ആ കോൺടാക്റ്റിൽ വന്ന് മുട്ടും, M3 ആ കോൺടാക്റ്റിൽ വന്ന് മുട്ടും. അപ്പോൾ RYBക്ക് നേരിട്ട് എവിടേക്ക് പോകാം? ഓട്ടോ ട്രാൻസ്ഫോമർ. ഇപ്പോൾ നോക്കുക, ആ ഫിഗറിൽ നോക്കിയാൽ M3 M2 M1 ശരിക്കും പൊങ്ങിയിട്ടാണ് കിടക്കണേ. അതൊന്ന് താഴ്ന്നു. ആ താഴ്ന്ന ആ പ്ലഞ്ചർ വന്ന് അടിക്കുക. എവിടേക്ക് അടിക്കണേ? LVCയുടെ കോറ് പിടിച്ച് അതിനെ വലിക്കുക. എപ്പോഴാണ് വലിക്കണേ? ആ LVCയുടെ കോറ് എന്തായിട്ട് വരുമ്പോൾ? മാഗ്നറ്റ് ആകുമ്പോൾ. എപ്പോഴാണ് LVCയുടെ കോറ് മാഗ്നറ്റ് ആവുന്നത്? നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂ ടു ദ energization of LVC core it attracts the plunging system which causes the closing of contacts of M3 M2 M1. Now the electricity is slowly passing to the auto transformer primary. ഇപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഇപ്പോഴും മെഷീനിലേക്ക് സപ്ലൈ വരുന്നില്ല. അത് കഴിഞ്ഞ് ഓട്ടോ ട്രാൻസ്ഫോമർ പതുക്കെ തിരിച്ച് വരുമ്പോഴാണ് മെഷീനിലേക്ക് സപ്ലൈ വരുന്നത്. Now the machine starts to rotate as an induction motor. നമ്മൾ പറഞ്ഞത് ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ വർക്കാണ്. ഇതിന് പ്രത്യേകത ഒന്നുമില്ല. ഇത് ഇൻഡക്ഷൻ മോട്ടറായിട്ട് വർക്ക് ചെയ്യണം. ഇനി ഇത് എന്ത് ചെയ്യണം? അങ്ങനെ മെഷീൻ ഏകദേശം അപ്പോൾ നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്ക് കിട്ടി. അതിൻ്റെ സ്പീഡ് ലെസ് ദാൻ സിങ്കർണസ് സ്പീഡായിരിക്കും, സബ് സിങ്കർണസ് സ്പീഡായിരിക്കും. ഇറ്റ് വിൽ വർക്കിംഗ് അറ്റ് പോസിറ്റീവ് സ്ലിപ്പായിരിക്കും. കാരണം NS - N ഇറ്റ്സ് N ഈസ് ലെസ് ദാൻ NS. ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് സ്ലിപ്പ്. After that it is necessary to convert this induction motor into an induction generator. How? നമ്മളെന്താ ചെയ്യുക? നോക്കൂ, ഈ ഫിഗറിലേക്ക് നോക്കൂ. ആ ജനറേറ്റർ എന്ന് പറയപ്പെടുന്ന മെഷീൻ ഇപ്പോൾ ജനറേറ്റർ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ G അല്ല ശരിക്കും പറഞ്ഞു. G എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനറേറ്റർ ആയിട്ടില്ല, അത് മോട്ടറായിട്ട് വർക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം മെഷീനെ പറയുന്നുള്ളൂ. ഇപ്പോൾ മോട്ടറാണ് ആ മെഷീൻ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ജനറേറ്ററായിട്ട് മാറും. ദാറ്റ് മെഷീൻ ഈസ് കപ്പിൾഡ് വിത്ത് അനദർ പ്രൈം മൂവർ. അവിടെ NR എന്നൊക്കെ പറഞ്ഞ് കാണാം. NR എന്ന് പറഞ്ഞാൽ റോട്ടോർ സ്പീഡ്. ഇതിൻ്റെ റോട്ടോറുമായിട്ടൊരു കപ്പിളിംഗ് ആയിട്ട് വേറൊരു മെഷീൻ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദർ ഈസ് അനദർ മെഷീൻ ഈസ് കണക്റ്റഡ് വിച്ച് ഈസ് കപ്പിൾഡ് വിത്ത് this induction machine's rotor. This induction machine is coupled with another machine.
Now this induction machine acts as a motor. This machine is mechanically coupled with another machine known as prime mover. Prime mover may be motor or any other machine. നമ്മൾ ആ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ പ്രൈം മൂവർ സ്റ്റാർട്ട് ചെയ്യും. പ്രൈം മൂവർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മോട്ടർ ആണെങ്കിൽ എനിക്ക് ഇലക്ട്രിസിറ്റി കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ ജനറേറ്ററിൽ നിന്ന് ഒരു NR എന്ന് പറയുന്ന സാധനം 2 വാരം അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് മെക്കാനിക്കലി കപ്പിൾഡ് വിത്ത് എ പ്രൈം മൂവർ. By some means we can start our prime mover. If it is a motor, give electricity to that machine. If it is another machine, അതിൻ്റെ എന്താ സ്റ്റാർട്ടിംഗ് സിസ്റ്റം വെച്ചാൽ അത് അതിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യാം. Okay, so this induction machine is mechanically coupled with a prime mover. So we can start our prime mover by some means. എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് we can start our prime mover. മോട്ടർ ആണെങ്കിൽ എന്താ സംവിധാനം? By some means പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൊടുത്താൽ മോട്ടർ സ്റ്റാർട്ട് ചെയ്യും. മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ജനറേറ്ററിനെ ഇപ്പോൾ കറക്കും. ഇപ്പോൾ now the speed will become greater than, ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കറങ്ങില്ല, ഇപ്പോൾ ഈ ഇതിൻ്റെ കൂടി സ്പീഡ് വന്നപ്പോൾ ഇതും കൂടി പിടിച്ച് കറക്കുകയാണ് ഏതിനെ, ഈ മെഷീന്. Now the machine speed will become greater than synchronous speed. Now it is working at a super synchronous speed. Its speed is greater than synchronous speed. Now it is working at negative slip. അപ്പോൾ ആദ്യം മോട്ടറായിട്ട് വർക്ക് ചെയ്തിട്ട് ഇതുമായിട്ട് മെക്കാനിക്കലി കപ്പിൾ ചെയ്തിട്ടുള്ള ഒരു പ്രൈം ഓവറിലേക്ക് സപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ പ്രൈം ഓവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ synchronous speed. It is known as സൂപ്പർ സിങ്കർണസ് സ്പീഡ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സൂപ്പർ സിങ്കർണസ് സ്പീഡ്. അപ്പോൾ അത് സൂപ്പർ സിങ്കർണസ് സ്പീഡിലേക്ക് വരും. നൗ ഇറ്റ് ഈസ് വർക്കിംഗ് അറ്റ് നെഗറ്റീവ് സ്ലിപ്പ്. നൗ ഇറ്റ് ഈസ് വർക്കിംഗ് അറ്റ് നെഗറ്റീവ് സ്ലിപ്പ്. അത് നെഗറ്റീവ് സ്ലിപ്പിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് ഇൻഡക്ഷൻ ജനറേറ്ററായി. അപ്പോൾ എന്താണ് നമ്മളതിനെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുന്നത്? ഈവൻ തന്നെ നമ്മൾ സപ്ലൈ കട്ട് ചെയ്യണില്ല. ഇപ്പോൾ നോക്കൂ, ഈ ഇൻഡക്ഷൻ മെഷീനെ റോട്ടോറിനെ വെച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സപ്ലൈയുടെ എഫക്റ്റ് കൊണ്ടല്ല, ഇപ്പോൾ ശരിക്കും മോട്ടറായിട്ടല്ല വർക്ക് ചെയ്യണേ, ഇപ്പോൾ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യണേ. ജനറേറ്ററിലേക്ക് ഇലക്ട്രിസിറ്റി വരേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി വരുന്നത് എവിടേക്കാണ്? ഈ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഡക്ഷൻ മെഷീൻ്റെ സ്റ്റേറ്ററിലേക്കാണ് വരുന്നത്. സ്റ്റേറ്ററിൻ്റെ ആർമേച്ചർ വൈൻഡിങ്ങിലേക്കാണ്. അപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ് അത് ഈ ഇൻഡക്ഷൻ മെഷീനിലേക്ക് വന്നുകൊണ്ടിരുന്ന ആ സപ്ലൈ, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന RYB ഒരു എക്സൈറ്റേഷൻ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാണ്. കാരണം ഇപ്പോൾ മെഷീൻ വർക്ക് ചെയ്യുന്നത് ഒരു ജനറേറ്ററായിട്ടാണ്. കാരണം ഇപ്പോൾ മെഷീനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റി അല്ല, വേറൊരു മെഷീൻ വെച്ചിട്ടാണ് കറക്കിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു മെഷീൻ വെച്ച് അതിനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ജനറേറ്ററായിട്ടാണ്. അപ്പോൾ മെക്കാനിക്കൽ പവർ കൊടുത്ത് മെഷീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് എക്സൈറ്റേഷൻ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ സെപ്പറേറ്റ് എക്സൈറ്റേഷൻ പോലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സ് മൂലം ആ ഫ്ലക്സ് ആയിട്ട് ആർമേച്ചർ വൈൻഡിങ്ങിനെ കട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് വിൽ ബി ഡെവലപ്ഡ്. എന്നിട്ട് അത് തിരിച്ച് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വഴി എവിടേക്ക് സപ്ലൈയിലേക്ക് പോകും. RYB സപ്ലൈയിലേക്ക് പവർ അങ്ങോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ശ്രദ്ധിക്കാം, ഇതിൻ്റെ സ്പീഡ് എപ്പോഴാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇലക്ട്രിസിറ്റി സ്വീകരിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് മോട്ടറായിട്ട് റൺ ചെയ്യും. അത് കഴിഞ്ഞാൽ പ്രൈം മൂവർ വെച്ച് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡ് സിങ്കർണസ് സ്പീഡിൽ മേലെ കഴിഞ്ഞാൽ ഇത് തിരിച്ച് പവർ അങ്ങോട്ട് കൊടുക്കാൻ പോകും. അതാണ് പറയുന്നത് ഇറ്റ് സപ്ലൈസ് ആക്റ്റീവ് പവർ ടു ഗ്രിഡ്. അപ്പോൾ RYB എന്ന് പറയുന്ന ഗ്രിഡിലേക്ക് തിരിച്ച് അങ്ങോട്ട് സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് സിങ്കർണസ് സ്പീഡിനേക്കാൾ കൂടിയപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഇതിൽ വോൾട്ടേജ്? അപ്പോൾ ഇപ്പോൾ ജനറേറ്റർ ആക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? വോൾട്ടേജ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഫ്ലക്സ് വേണ്ട. ഈ ഫ്ലക്സിന് വേണ്ടി ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഈ RYB എന്ന് പറയുന്നത് സെപ്പറേറ്റ് എക്സൈറ്റേഷൻ പോലെ കൊടുത്തിട്ട് ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഈ മെഷീൻ്റെ സ്പീഡ് സിങ്കർണസ് സ്പീഡിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഈ RYBയിൽ നിന്ന് വരുന്ന സപ്ലൈ എക്സൈറ്റേഷൻ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോൾ RYB എന്ന് കൊടുക്കുന്നത് RYBയിൽ നിന്ന് പോകുന്ന സപ്ലൈ എക്സൈറ്റേഷൻ വോൾട്ടേജ് ആണ്. അതുമൂലം അവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഇൻഡക്ഷൻ മെഷീനിൽ. ആ ഫ്ലക്സ് ആർമേച്ചർ വൈൻഡിങ്ങിനെ കട്ട് ചെയ്യുമ്പോൾ അതിലൊരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഓട്ടോ ട്രാൻസ്ഫോമർ വഴി തിരികെ എവിടേക്ക് പോകും? RYBയിലേക്ക് പോകും. ഇറ്റ് സപ്ലൈസ് ആക്റ്റീവ് പവർ ടു ഗ്രിഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡക്ഷൻ ജനറേറ്റർ നമ്മൾ പറഞ്ഞു. ഇറ്റ് സപ്ലൈസ് ആക്റ്റീവ് പവർ ടു ഗ്രിഡ്. ഇറ്റ് ഹാസ് നെഗറ്റീവ് സ്ലിപ്പ്. It runs at super synchronous speed. It draws lagging reactive power from grid or it gives leading reactive power to grid. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് നോക്കൂ. S is equal to -P plus JQ എന്നും താഴെ ഫിഗറിൻ്റെ താഴെ S is equal to P minus JQ എന്നും കാണാം. ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ താഴത്തെ കാര്യം ആദ്യം പറയാം. S is equal to P minus JQ എന്ന് പറഞ്ഞാൽ ആരോ മാർക്ക് എവിടേക്കാണ്? ഗ്രിഡിലേക്കാണ്. അപ്പോൾ ആക്റ്റീവ് പവർ P അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ആരോ മാർക്ക് P അങ്ങോട്ടാണ്. P അങ്ങോട്ട് കൊടുക്കുക. ഇറ്റ് റിസീവ്സ് ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡിൽ നിന്ന് പവർ അങ്ങോട്ട് വാങ്ങിക്കുക എന്നാണ് പറഞ്ഞത്. അതേസമയം വിച്ച് ഈസ് ഈക്വലൻ ടു ഇറ്റ് ഗീവ്സ് ലീഡിങ് റിയാക്റ്റീവ് പവർ ടു ഗ്രിഡ്. ലീഡിങ് റിയാക്റ്റീവ് പവർ ഗ്രിഡിലേക്ക് കൊടുക്കുക. അപ്പോൾ ലാഗിങ് റിയാക്റ്റീവ് പവർ ഇതിലേക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്.
ശരിക്കും റിയാക്റ്റീവ് പവർ വാങ്ങിക്കുകയാണ് ഗ്രിഡിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് ഈക്വലൻ്റ് ആണ് ലീഡിങ് റിയാക്റ്റീവ് പവർ ടു ഗ്രിഡ്. അപ്പോൾ ശരിക്കുള്ള പ്രോസസ്സ് പോസിറ്റീവ്, ഓപ്പോസിറ്റ് പ്രോസസ്സ് നെഗറ്റീവ്. ശരിക്കും ഒരു ജനറേറ്ററിൻ്റെ പ്രോസസ്സ് എന്താ, ആക്റ്റീവ് പവർ അങ്ങോട്ട് കൊടുക്കുന്നു, അപ്പോൾ പി പോസിറ്റീവ്. ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിക്കണേ. ശരിക്കും ഒരു ജനറേറ്ററിൻ്റെ പ്രോസസ്സ് എന്താ, അത് റിയാക്റ്റീവ് പവർ ഗ്രിഡിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രിഡിലേക്ക് എന്താ കൊടുക്കുന്നത്, ലീഡിങ് റിയാക്റ്റീവ് പവർ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ലാഗിങ് റിയാക്റ്റീവ് പവർ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കും. കാരണം അതാണ് നോർമൽ കേസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ലീഡിങ് റിയാക്റ്റീവ് പവർ ടു ഗ്രിഡ്. റിയാക്റ്റീവ് പവർ ലീഡിങ് റിയാക്റ്റീവ് പവർ ഗ്രിഡിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് മൈനസ്. അതുകൊണ്ടാണ് S is equal to P minus JQ എന്ന് വരാൻ കാരണം. ശ്രദ്ധിക്കുക, ഒന്നുകൂടി ഞാൻ പറയാം. സപ്ലൈയിൽ നിന്ന് ആക്റ്റീവ് പവർ വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ P പോസിറ്റീവും, സപ്ലൈയിലേക്ക് തെറ്റിപ്പോയി. സപ്ലൈയിലേക്ക് ആക്റ്റീവ് പവർ P കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, സപ്ലൈയിൽ നിന്ന് റിയാക്റ്റീവ് പവർ ലാഗിങ് റിയാക്റ്റീവ് പവർ വാങ്ങുന്നു എന്ന് പറയുമ്പോഴും പോസിറ്റീവ്. ഈ രണ്ട് പ്രോസസ്സും നോർമലാണ്, ബിക്കോസ് ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ ക്യാരക്ടറാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നത് നെഗറ്റീവാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണത്, ആക്റ്റീവ് പവർ ടു ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ കാര്യം. അപ്പോൾ അവിടെ തന്നെ സംഭവിക്കുന്നത്. അതുകൊണ്ട് P എന്തായിട്ട് എടുത്തിരിക്കുന്നത് പോസിറ്റീവ് P, അതായത് P തന്നെ. ഇനി ഇറ്റ് ഡ്രോസ് ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡ് എന്നാണ് ശരിക്ക്. ഗ്രിഡിൽ നിന്ന് റിയാക്റ്റീവ് പവർ വാങ്ങിക്കുക എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ പോസിറ്റീവ്. ഇവിടെ അങ്ങനെയല്ല, ലീഡിങ് റിയാക്റ്റീവ് പവർ ഗ്രിഡിലേക്ക് വിടുന്നു. കാരണം ആരോ മാർക്ക് ഗ്രിഡിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രിഡിൽ നിന്ന് ലാഗിങ് റിയാക്റ്റീവ് പവർ വാങ്ങിക്കുന്നു എന്ന് പറയുന്നതാണ് ഗ്രിഡിലേക്ക് ലീഡിങ് റിയാക്റ്റീവ് പവർ കൊടുക്കുകയാണ്. അപ്പോൾ റിയാക്റ്റീവ് പവർ ലീഡിങ് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നോർമൽ പ്രോസസ്സിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ്. അപ്പോൾ അവിടെ എന്തിട്ടു മൈനസ്. അപ്പോൾ S is equal to P minus JQ. S is equal to P minus JQ അതാണ് പറയാൻ കാരണം. അപ്പോൾ നോർമൽ പ്രോസസ്സ് പോസിറ്റീവ് അല്ല, ലാഗിങ് പോസിറ്റീവ് ലീഡിങ് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നുമല്ല കേട്ടോ. അടുത്തത് മുകളിൽ നോക്കുക തന്നെ, P എങ്ങോട്ടാണ് കൊടുക്കണേ, അങ്ങോട്ട് കൊടുക്കുക. എവിടേക്ക്, ഗ്രിഡിലേക്ക്. അപ്പോൾ പോസിറ്റീവ്. പക്ഷേ ഇവിടെ നിന്ന് ആരോ മാർക്ക് നോക്കുക, എവിടേക്കാണ് -P+JQ എന്ന് എഴുതുമ്പോൾ എവിടേക്ക് ആരോ മാർക്ക്, മെഷീനിലേക്കാണ്. അപ്പോൾ ഗ്രിഡിൽ നിന്ന് നെഗറ്റീവ് P വാങ്ങിക്കുന്നു, ഗ്രിഡിലേക്ക് ആക്റ്റീവ് പവർ കൊടുക്കുന്നു എന്ന് പറയുന്നതിന് പകരമാണ് പറയുന്നത് ഗ്രിഡിൽ നിന്ന് നെഗറ്റീവ് P വാങ്ങിക്കുന്നു. ഇനി Q എന്ന് പറയുന്നത് എന്താ, പ്ലസ് കൊടുക്കാൻ കാരണം അത് ഗ്രിഡിൽ നിന്ന് വരെ തന്നെയാണ്. കാരണം നോർമൽ കേസ് എന്താ, ഇറ്റ് ഡ്രോസ് ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡ്. അപ്പോൾ ഗ്രിഡിൽ നിന്ന് വരയ്ക്ക് എന്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ Qൻ്റെ സൈൻ പോസിറ്റീവായിട്ട് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഒരു സ്ഥലത്ത് S is equal to P minus JQ എന്നും മുകളിൽ S is equal to -P+JQ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് മാർക്കും ഡൗട്ട് വേണ്ട. ക്ലിയർ? പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം. ഗ്രിഡിലേക്ക് ആക്റ്റീവ് പവർ കൊടുക്കുക എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, ഗ്രിഡിൽ നിന്ന് റിയാക്റ്റീവ് പവർ വാങ്ങിക്കുക, ലാഗിങ് റിയാക്റ്റീവ് പവർ വാങ്ങിക്കുക എന്ന് പറയുമ്പോഴും പോസിറ്റീവ്. ഇതിന് വിപരീതമായിട്ട് സംഭവിക്കുമ്പോഴാണ് നെഗറ്റീവ് കൊടുക്കുന്നത്. അല്ലാണ്ട് ലാഗിങ് വരുമ്പോൾ നെഗറ്റീവ്, ലീഡിങ് വരുമ്പോൾ പോസിറ്റീവ് എന്നല്ല. അപ്പോൾ അതുകൊണ്ടാണ് താഴത്ത് P പോസിറ്റീവ് എന്താ കാരണം, നോർമലി ആക്റ്റീവ് പവർ ഗ്രിഡിലേക്കാണ് കൊടുക്കുക. അപ്പോൾ അവിടെ P പോസിറ്റീവ്. Q എന്താ നെഗറ്റീവ് വരാൻ കാരണം താഴത്ത് നോർമലി റിയാക്റ്റീവ് പവർ ഗ്രിഡിൽ നിന്ന് വാങ്ങിക്കുക, അത് റിയാക്റ്റീവ് പവറിലേക്ക് കൊടുക്കുക എന്ന് ഓപ്പോസിറ്റാണ്. അപ്പോൾ -JQ. ഇനി മുകളിലേക്ക് എന്താ -P എന്ന് പറയാൻ കാരണം, നോർമലി ആക്റ്റീവ് പവർ ഗ്രിഡിലേക്കാണ് കൊടുക്കുന്നത്. ഗ്രിഡിൽ നിന്ന് വാങ്ങുക, എന്ത് P വാങ്ങണേ, -P വാങ്ങണു. ഗ്രിഡിൽ നിന്ന് എന്താ Q വാങ്ങണേ, പോസിറ്റീവ് Q വാങ്ങുന്നു. അതങ്ങനെ. അപ്പോൾ ഇതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് മെഷീൻ റൺസ് ആസ് an induction motor. After that, by the help of prime mover, we can run it as an induction generator. Now this RYB supply acts as an excitation voltage. So hence this machine is known as separately excited induction generator. RYB supply acts as a separately excited supply. With the help of that separately excited supply, the machine can generate flux and hence the voltage. അങ്ങനെ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമർ വഴി M1 M2 M3 കോൺടാക്ട്സ് വഴി RYBയിലേക്ക് തിരികെ പോകുന്നത്. ഓക്കെ, ഇതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. Here